പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുറച്ച് ദിവസം കഴിയുന്നത് മാറിക്കോളും. യോഗയൊക്കെ ചെയ്താൽ മതിയാവും, അല്ലാതെ പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും ഈ വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ ഒരു കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നത് എന്തിനാണെന്ന് ആലോചിക്കണം. പക്ഷേ പാമ്പുകൾ സ്കൂളുകളിലാണ് പാമ്പ് കടിച്ച് കുട്ടികളൊക്കെ മരണപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ പാമ്പ് കടിച്ച് കുട്ടികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്കാര്യത്തിൽ കുടിവെള്ള പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റി മറുപടി പറയണം. മാത്രമല്ല, ഇത്രയും കാലം 10 വർഷം സംസ്ഥാനം ഭരിച്ച പിണറായി ഗവൺമെൻറ്റും അതിൽ മന്ത്രിയായ ശ്രീ ശിവൻകുട്ടിയും അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വെള്ളം എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ലീക്കേജ് പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷമായി അവരെന്താണ് ചെയ്തിട്ടുള്ളത്? വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ വിളിച്ച യോഗത്തിൽ വന്ന് പറഞ്ഞത് അവർ നിസ്സഹായരാണ്. ഈ അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം ഇവിടെ എത്തുന്നില്ല, ലീക്കായി പോകുന്നു. ഇത് പരിഹരിക്കാൻ ഒരു മെക്കാനിസം ചെയ്തിട്ടില്ല. അതാണ് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം. അതിനവർ മറുപടി പറയണം. ആ കിയോസ്കുകൾ നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ LDFിൻ്റെ മുൻ ഭരണസമിതി ആ കിയോസ്കുകൾ നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ കിയോസ്കുകൾ അവതാളത്തിലായി. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റുകളും 1-2 മാസത്തിലപ്പുറം ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ടോയ്ലറ്റും കിയോസ്കും ഒക്കെ തന്നെ വന്നുടനെ പരിശോധിച്ചു. അതിൽ കരാറെടുത്തിരിക്കുന്ന എല്ലാവരുടെയും കരാർ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവരത് പൂർണ്ണമായിട്ട് പണി ചെയ്തിരുന്നില്ല. ഇനി ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടാക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുതിയ കരാറൊക്കെ വിളിച്ചിട്ട് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ശക്തമായിട്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ വന്ന് അതിൻ്റെ കമ്പനികളുമായി ചർച്ച നടത്തി അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചിട്ട് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. കോഡ് ഓഫ് കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്ക് പോകും. നിരന്തരം ഇത്തരത്തിൽ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ പ്രത്യേകിച്ച് മേയർ കസേരയിൽ ഇരിക്കാൻ യോഗ്യമല്ല, അവിടെ ഇരിക്കുന്നതെന്നൊക്കെയാണ് ശിവൻകുട്ടി പറയുന്നത്. അല്ല, യോഗ്യതയൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് എല്ലാവരുടെയും യോഗ്യതയൊന്നും തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ജനങ്ങൾ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം ഞാൻ അന്വേഷിച്ചു. ഈ നിരന്തരം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കുറേ ദിവസം കൊണ്ട് അദ്ദേഹം പറയുന്നതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു. അപ്പം എനിക്ക് മനസ്സിലായത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ചിലർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുറച്ച് ദിവസം കഴിയുന്നത് മാറിക്കോളും. യോഗയൊക്കെ ചെയ്താൽ മതിയാവും, അല്ലാതെ പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവിടുത്തെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ മറ്റൊന്നെനിക്ക് തോന്നുന്നത്, ഈ ഇവിടുത്തെ LDFിൻ്റെ കൗൺസിൽ പാർട്ടി നേതാവ് ശ്രീ ദീപക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനും അവരുടെ ആക്ടിംഗ് സെക്രട്ടറി റഹീമിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സ്കോപ്പ് കൊടുക്കണം. എല്ലാ കാര്യത്തിലും ഈ വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ ഒരു കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നത് എന്തിനാണെന്ന് ആലോചിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ആരെങ്കിലും ഒരാൾ രാജിവെച്ചിട്ടോ അല്ലെങ്കിൽ SP ദീപകിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരുന്നിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചർച്ചകൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് ചെയ്യാം. കാരണം ഒരു 10-40 വർഷത്തെ LDF ഭരണത്തിൻ്റെ കാര്യങ്ങൾ പറയണം.